ഹായ് ഗായ്സ്, വെൽക്കം ടു ഗായ് വിച്ചു വ്ലോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് വിച്ചുവിനോട് ചോദിക്കാൻ പോവാണ്. എൻ്റെ ഗസ്റ്റ് ഇന്ന് വിച്ചു ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ യൂസ്ഡ് എ ഡേറ്റിംഗ് ആപ്പ്? സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ജെന്യുവൻ. ഞാനൊന്നും ചെയ്യാനൊന്നും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഇതുപോലെ പരിചയപ്പെട്ട അതൊക്കെ ഒരു കാലം. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മൊത്തം ആണുങ്ങളാവുന്നുണ്ട്, പെണ്ണുങ്ങളെ പോലെ. അതൊക്കെ കഴിഞ്ഞ് പിക്കപ്പ് ലൈൻ ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. പിക്കപ്പ് ലൈനൊക്കെ നമ്മുടെ മെയിൻ അല്ലേ. അപ്പൊ ഒരു പിക്കപ്പ് ലൈൻ പറഞ്ഞു. ഇല്ല, ആ കാലത്തെ പിക്കപ്പ് ലൈൻ പറ്റത്തില്ല, ഔട്ടായി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2-3 ദിവസത്തിൽ കൂടുതൽ കുളിക്കാതിരുന്നിട്ടുണ്ടോ? പിന്നെ പനി പിടിച്ചപ്പോ കുളിക്കാതിരുന്നിട്ടുണ്ട്. അല്ലാതെ മടി കാരണം? മടി പിടിച്ചപ്പോഴും കുളിക്കാതിരുന്നിട്ടുണ്ട്. 2 ദിവസം, 3 ആയിട്ടില്ല, 2 ദിവസം. പിന്നെ എനിക്കറിയാലോ, സത്യസന്ധമായിട്ട് പറഞ്ഞു. 2 ദിവസമാണ് എന്റെ മുടി ഇടയ്ക്ക് നനയ്ക്കാറില്ല. ഇവിടെ ഭയങ്കര എന്നെക്കാളും മുടിയൊക്കെ കെയർ ചെയ്യുന്നതും ഭയങ്കര കെയറിങ് ആണ് മുടി. ഉള്ള സ്പായിന്റെയും അതിന്റെ ഒക്കെ ക്രീംസ് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വയ്ക്കും. പക്ഷെ ഒരു ദിവസം യൂസ് ചെയ്യത്തുള്ളൂ, അത് പിന്നെ മടിയാ. ഓക്കെ, പിന്നെ ഫേക്ക് ഐ ഡി ഉണ്ടോ? ഇൻസ്റ്റ. ഇല്ല, എനിക്ക് ഒറിജിനൽ ഐ ഡി ഉണ്ട്. ഒറിജിനൽ ഐ ഡി ഉണ്ട്. ഒറിജിനലിന്റെ കൂടെ ഫേക്ക് ഐ ഡി ഉണ്ടോ? എനിക്ക് കാണാനുള്ളവരെയൊക്കെ ഞാൻ ഐ ഡി കൂടെ തന്നെയാണ് കാണാറ്. ഫേക്കിന്റെ ആവശ്യം വരാറില്ല. ഞാൻ കണ്ടുപിടിക്കത്തില്ല പറഞ്ഞത്. ഫേക്ക് ഇല്ല. ഫേക്ക് ഐ ഡിയിൽ ആരെയും പോയി ചാറ്റ് ചെയ്യോ അല്ലെങ്കിൽ കമന്റ് ചെയ്യോ? ജസ്റ്റ് കയറി നോക്കും, ആരെങ്കിലും ഒക്കെ ട്രേസ് ചെയ്യണമെങ്കിൽ കയറി നോക്കും. അത് സ്വന്തം ഐ ഡി കൂടെ തന്നെ. നോക്കുന്നതിന് ഫേക്ക് ഐ ഡി വേണ്ടല്ലോ. പബ്ലിക്കിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, മീൻസ് പബ്ലിക്കിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴേലും ലൈഫില്? പിന്നെ കോളേജ് വെച്ചിട്ട് കൂട്ടുകാരോട് ഒരു അടി ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര ഒരു ഹീറോയിസം ഒക്കെ കാണിക്കുന്ന ടൈപ്പായിരുന്നു, അതോ പാവപ്പെട്ട ഒരാളായിരുന്നു? പാവമായിരുന്നു. നമ്മളൊന്നും തുടങ്ങി വെക്കാറില്ല, എല്ലാരും തുടങ്ങി വെക്കും, ബാക്കി പോയി പിടിക്കുന്നു. ബസ് പിടിച്ച് നിർത്തിയിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ബസ്സായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. എന്താ കാരണം? അവരുടെ ട്രിപ്പ് മുടക്കിന്ന് പറഞ്ഞ് കോളേജ് പിള്ളേര് അവര് നിർത്തിയില്ല. കുറെ പിള്ളേരെ കൊണ്ടുവന്നത് അങ്ങനെ യൂഷ്വൽ സംഭവങ്ങൾ, ഒരു സാധാരണ വിദ്യാർത്ഥികളുണ്ടാകുന്നതായിരിക്കും. പിന്നെ എല്ലാരും ചെയ്തിട്ടുള്ള, എന്നാലും ഒന്ന് ചോദിക്കാം, എക്സാമിന് കോപ്പി അടിച്ചിട്ടുണ്ടോ? പിന്നെ അതേ ഉള്ളു. എങ്ങനെ കോപ്പി അടിച്ചിട്ടുള്ള? ബിറ്റ് വെച്ചാണോ അതോ ചോദ്യത്തിന് ആൻസർ അങ്ങനെയാണോ? എന്നിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടോ കോപ്പി അടിച്ചിട്ട്? പിടിക്കപ്പെട്ടിട്ടില്ല. കാരണം ഞാനും എൻ്റെ കൂട്ടുകാരനും ഓൾമോസ്റ്റ് ഞങ്ങൾ പ്ലാൻഡ് കോപ്പി അടിക്കുക. അവനും ഞാൻ കോപ്പി അടിക്കണം, അവനും ഞാനുള്ളപ്പോൾ മാത്രമേ കോപ്പി അടിക്കുക, അല്ല റിസ്ക് എടുക്കാറില്ല. കാരണം ഞങ്ങൾ സിംഗായി ശ്രീജിത്ത് നിങ്ങളുടെ എല്ലാ കോപ്പി അടി ഞങ്ങളങ്ങനെ സിങ്ക് ചെയ്തായിരുന്നു. ജോസ് ദുബായിലുണ്ട്. ഞങ്ങൾ മൂന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ കോപ്പി അടിച്ചോണ്ടിരുന്നത്. എവിടെയാണെന്നൊക്കെ ആദ്യം ഒന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് യൂണിവേഴ്സിറ്റിക്കായിരുന്നു. ഓക്കെ, എല്ലാത്തിനും നല്ല ജെന്യുവൻ ആയിട്ട് ആൻസർ വരുന്നുണ്ട്. പിന്നെ ഗോസ്റ്റിന്റെ പ്രസൻസ് എന്തെങ്കിലും ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നുവെച്ചാൽ അതിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജീനെ ബിലീവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? അങ്ങനെ പേടിയാണ്. അതിപ്പോ ഒറ്റയ്ക്ക് അവിടെ നിന്നാലും ചിലപ്പോൾ രാത്രി നാട്ടിലൊക്കെ നമ്മൾ ഇറങ്ങി കിടക്കും, പേടിയാണ്. അത് പ്രേതപ്പടം കണ്ടേ പിന്നെ ഒന്നുകൂടെ തോന്നും. രാത്രിയിൽ കുറെ ഇറങ്ങി ആരും ഇല്ലാത്തടത്ത് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോ പേടി തോന്നാറുണ്ട്.
പേടിയുടെ പുറത്തുണ്ടാകുന്ന ഒരു തോന്നലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇല്ല. പ്രേതപ്പടം കണ്ടുള്ള ഒരു പേടി. എനിക്ക് പ്രേതപ്പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അത് കണ്ടു കഴിഞ്ഞ് ബാത്റൂമിലോ തൊട്ടടുത്ത മുറിയിൽ പോകാൻ ഭയങ്കര പേടിയാറുണ്ട്. എന്റെ കസിൻസിനൊക്കെ അറിയാം, അവരായിരുന്നു അവരെ ഡിസ്റ്റർബ് ചെയ്ത് കൊല്ലും. വാ ബാത്റൂമിൽ പോവാ വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് ചെയ്തിട്ടുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസ് ബങ്ക് ചെയ്ത് പോയിട്ടുണ്ടോ? പിന്നെ ഫസ്റ്റ് ഇയർ മൊത്തം ബങ്കിങ് ആയിരുന്നു. ബങ്കിങ്ങോട് ബങ്കിങ്. വഴക്കൊന്നും കേട്ടിട്ടില്ല. എന്നിട്ടെന്നെ വഴക്കോ കോളേജിൽ നിന്ന് നിർത്തി പോകാനൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഇയർ നല്ല കുഴപ്പമായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം പൂഞ്ഞാറ് IHRD അവിടെ വെള്ളത്തിച്ചാട്ടം, കറക്കം, വാഗമണ്ണ് നോക്കുക. അവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ ഒക്കെ കൂട്ടുകാരെന്തായാലും ഞങ്ങള് ഇലക്ട്രോണിക്സുകാരായിരുന്നു. കൂട്ടുകാരിൽ. പിന്നെ ആദ്യമായിട്ട് ലവ് ലെറ്റർ എഴുതിയത് ആർക്കാ? സത്യസന്ധമായ മറുപടി, ഞാൻ ആദ്യമായിട്ട് ലവ് ലെറ്റർ എഴുതിയത് കുട്ടിയുടെ പേര് പറഞ്ഞേക്കാം. പേര് പറയണ്ട. അവൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പൊ കുറ്റബോധം. അല്ല പറഞ്ഞോ, പറയാൻ പറ്റുന്ന ആൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും ഉണ്ടോ കണക്ഷൻ? എന്നിട്ട് നീ എന്താ കണ്ട നല്ല പേരാണല്ലോ. ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുള്ള നൈസ് ട്രിക്ക് ആയത്. പണ്ടാണ്, പണ്ട് വളരെ പണ്ട്. അന്നേരം ഐഡിയ ഇപ്പോഴും ഐഡിയ ഇല്ലായിരിക്കും. എന്താ ലവ് ലെറ്ററിൽ എഴുതിയത്? ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു മലയാളമായിരുന്നു? എന്താ എഴുതിയത്? ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. CBSE പഠിച്ച് ഇംഗ്ലീഷിലായിരുന്നു കംഫർട്ടബിൾ. Love you so much from bottom of my heart. Hopefully expecting a answer എന്നൊക്കെ പറഞ്ഞു ഒഫീഷ്യൽ എഴുതി കൊടുത്തത്. ഓക്കെ. ഞാനും എഴുതിയിട്ടുണ്ട് ലവ് ലെറ്റർ. പക്ഷെ ഇനിയുള്ള ജനറേഷൻസിന് അതൊക്കെ കാണും. പക്ഷെ ഈ ലവ് ലെറ്റർ ഒരു സ്പെഷ്യൽ ഫീലിംഗ് അല്ലേ? പിന്നെന്തായിരുന്നു ഞാൻ ചോദിക്കുന്നത്? ടീച്ചറിനെ ലവ് ചെയ്തിട്ടുണ്ടോ? ടീച്ചറിന്റെ പേര് പറയത്തില്ല. ടീച്ചറിനെ ലവ് ചെയ്തിട്ടുണ്ട്, ടീച്ചറിന്റെ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്, ടീച്ചർമാരെ ഇഷ്ടം കൂടുതലാ. ഈ പ്രേമ സിനിമ ഒക്കെ ഇറങ്ങുന്ന മുന്നേ നമ്മള് ടീച്ചർമാരെ. അപ്പൊ ഒരു ടീച്ചർ ക്രഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ടീച്ചർ നല്ലൊരു ഫ്രണ്ടും ആയിരുന്നു, നല്ലൊരു ക്രഷും ആയിരുന്നു. എല്ലാരും ഇത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എല്ലാം വെച്ച് അറിഞ്ഞിട്ട് നൈസായിട്ട് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയത്. ഈ കാണുന്നതല്ല ഈ കാണിക്കുന്നതല്ല. ഓക്കെ. അടുത്തത് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എഴുതി എടുത്തിട്ടുണ്ട് വിച്ചെന്നോട് ചോദിക്കാൻ വേണ്ടി. ഞാൻ ഞായറാഴ്ച ദിവസം കിടന്നുറങ്ങുമായിരുന്നു. എന്നെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി. ഡ്യൂട്ടിന്റെ സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഉച്ചയ്ക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, അതൊക്കെ യൂട്യൂബ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെങ്കിലും ഞാൻ അറിയട്ടെ. ഓക്കെ. സോ ഹൂ ഈസ് യുവർ സെലിബ്രിറ്റി ക്രഷ് എന്ന് വെച്ചാൽ മെയിലും പറയണം ഫീമെയിലും പറയണം. മെയിൽ എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ, ഒരു മെയിൽ ആർട്ടിസ്റ്റ് ആരാണ്. പിന്നെ സെലിബ്രിറ്റി ക്രഷ്, ലേഡി ആക്ട്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രഷ് അത്രയ്ക്കും ലവ് ചെയ്യാൻ തോന്നിയത്. സെലിബ്രിറ്റി ആക്ടർ ഫിലിമില്. എനിക്ക് ഡെഡിക്കേഷൻ അതെ, ഞങ്ങള് മമ്മൂക്കേനെ കാണാനും കൂടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനും പിന്നെ കല്യാണം വിളിച്ചു. പക്ഷെ ആ ടൈമില് മമ്മൂക്കയ്ക്ക് വേറെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങക്ക് അങ്ങനെ കുറച്ച് ഭാഗ്യം ഉണ്ടായി. നല്ല പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടൻ. അത് ലാലേട്ടൻ മൂവീസ് പണ്ട് തൊട്ടേ കണ്ട് അല്ലേ? നമുക്ക് രണ്ടുപേരുടെ മൂവീസും എൻജോയ് ചെയ്യുന്നത്. പിന്നെ
ഓഫ് കോഴ്സ് ബാക്കിയുള്ള എല്ലാവരും ആരും നോ അല്ല, എല്ലാവരുടെയും അവരുടെ എല്ലാം നല്ല സൈഡുകൾ നമ്മൾ കണ്ട് ആസ്വദിക്കുക. സിനിമ പിന്നെ യങ് ആർട്ടിസ്റ്റില് മീൻസ് റീസെന്റ് വന്ന ആർട്ടിസ്റ്റുകളിൽ ആരെ ഏറ്റവും ഇഷ്ടം? റീസെന്റ് ഫഹദ് ഫാസിൽ, എല്ലാവരെയും എനിക്കിപ്പോ എല്ലാവരെയും ഞാൻ യൂത്ത് ഐക്കൺ ആരെ യൂത്ത് ഐക്കൺ എന്ന് പറയും ഫ്രം യുവർ ഒപ്പീനിയൻ? ബേസ്ഡ് ഓൺ ആക്ടിങ് ആണോ, സ്റ്റൈലാണോ? ഓവറോൾ ബേസ്ഡ് ഓൺ ആക്ടിങ്, സ്റ്റൈൽ, പ്രസന്റേഷൻ എല്ലാം പൊളിയാ എന്ന് തോന്നിയത് ഫഹദ് ഫാസിൽ. അതെ അതെ, എനിക്കും ഇഷ്ടം ഫഹദ് ഫാസിൽ. പിന്നെ പൃഥ്വിരാജിനെ എനിക്കിഷ്ടം, അത് കുഞ്ഞിലെ തൊട്ടുള്ള ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വിച്ചുവിനും ഇഷ്ടമല്ല പൃഥ്വിരാജ്? എല്ലാ നടന്മാരുടെ എല്ലാ സൈഡും ഇഷ്ടം. ഓക്കെ, ഇനി പോലെ ആക്ട്രസിനെ കുറിച്ച് പറയാം. ആക്ട്രസോ? കിട്ടു അത്രയ്ക്ക് എന്ന് വെച്ചാൽ സ്ക്രോൾ ചെയ്യുമ്പം കണ്ടാ നോക്കിയിരിക്കുന്ന ഒരു ആക്ട്രസ്, അത്രയ്ക്ക് ഇഷ്ടമായ ഒരു ആക്ട്രസ്. എനിക്ക് കാവ്യമാധവനായിരുന്നു, ഭാമനെ എനിക്ക് ഇഷ്ടമായിരുന്നു, അനുസിതാരെ ഇഷ്ടമായിരുന്നു. നാടൻ സുന്ദരികൾ. അപ്പൊ നാടൻ ഗേൾസിനെ ആണ് വിച്ചുവിന് ഇഷ്ടം, അതുകൊണ്ട് ദൂരെ നിന്നോ, അടുത്തേക്ക് വരരുത്. നമ്മളെല്ലാരും എടുക്കും, സൈസ് ഇവിടെ എടുക്കപ്പെടും, മാറ്റി നോക്കുന്നില്ല. പിന്നെ പിന്നെന്തായിരുന്നു ഞാൻ ചോദിച്ചത്? ഒരു ഡേ ഇൻവിസിബിൾ ആവാണെങ്കിൽ വിച്ചുവിന് മനസ്സിലിപ്പോ പല ചിന്തകളും വരും. ഒരു ഡേ ഇൻവിസിബിൾ ആവാണെങ്കിൽ 3 കാര്യങ്ങൾ എന്തൊക്കെ വെച്ച് ചെയ്യും? ഒരു ഡേ പെട്ടെന്ന് വിച്ചു ഇൻവിസിബിൾ ആവുക. ജെന്യുവൻ ആയിട്ട് പറയണേ. ഇൻവിസിബിൾ ആയിട്ട് ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ചിരിയിൽ അറിയാം എന്താ മനസ്സിൽ വന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അത് നമ്മുടെ യൂട്യൂബിൽ പറയാൻ പറ്റാത്തോണ്ട് പറയാൻ പറ്റെങ്കിൽ പറഞ്ഞ കുഴപ്പമില്ല. ബാക്കി രണ്ടെണ്ണം പറയാം. കുറച്ച് ബാങ്കിലൊക്കെ പോയി കൊള്ളയടിക്കൊന്നുമില്ല, എന്തായാലും കാണുന്നില്ല, ഒരു കൊള്ളയടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ആയിരുന്നു. പിന്നെ എല്ലാ ഹോട്ടലിലും കയറി ഫുഡ് അടിക്കണം, ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും, എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കും. ഇൻവെസിബിൾ ആവണമെങ്കിൽ അത് നല്ലത്. അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ ഒരു ഫുഡി ആണല്ലേ വിച്ചു, അപ്പം വിച്ചു ട്രൈ ചെയ്തതിൽ ഏറ്റവും വിയർഡസ്റ്റ് ഫുഡ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും അയ്യേ ഇതെന്തൊരു കോമ്പിനേഷനാ എന്ന് പറയുന്നത് വിയർഡസ്റ്റ് കോമ്പിനേഷൻ, ബട്ട് ദ വൺ വിച്ച് യു ലൈക്ക് ദ മോസ്റ്റ്, ആ വിയർഡ് കോമ്പിനേഷനിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കോമ്പിനേഷൻ? അപ്പം എനിക്ക് നോർമലായിരിക്കും, മറ്റുള്ളവർക്ക് അത് വിയേർഡ്, അവരത് കഴിക്കാത്തതുകൊണ്ട് അവരുടെ ടേസ്റ്റ് പലതായിരിക്കും. ഞാനങ്ങനെ എല്ലാ സാധനവും വിച്ചുവിന് ഫുഡിൽ ഇങ്ങനെ ഞാൻ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല അങ്ങനെ ഒന്നും എല്ലാ സാധനവും നോൺ വെജ് പ്രിഫർ ചെയ്യുന്ന നോൺ വെജ് ആണ്, പക്ഷെ എല്ലാ ടൈപ്പ് ഓഫ് നോൺ വെജ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാതെ ഒന്നുമില്ല, എന്നാലും ട്രൈ ചെയ്തതിൽ എല്ലാവരും അയ്യേ ഇതെന്തൊരു കോമ്പിനേഷനാ എന്ന് തോന്നിയ എന്തെങ്കിലും? നീ പറ, നീ അല്ലേ കഴിക്കുന്നത്? വിച്ചു അയ്യേ എനിക്ക് തോന്നിയിട്ടില്ല. എന്ത് കോമ്പിനേഷനാ തോന്നിയത് പറ. ഇല്ല, ദോശയും പഞ്ചസാരയും വിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മിക്കവരും ചെയ്യും, അതെല്ലാരും പിന്നെ എനിക്ക് വിയേർഡായിട്ട് തോന്നിയ ഒരു കോമ്പിനേഷൻ ചായക്കകത്ത് ബൂസ്റ്റ് ഇട്ട് കുടിക്കുന്നത്, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് ആ ചായനെ ഡിസ്ട്രോയ് ചെയ്യുന്ന തുല്യല്ലേ, രണ്ട് സെപ്പറേറ്റ് ആയിട്ടല്ലേ കുടിക്കണ്ടേ? അറിയത്തില്ലാത്തോണ്ട് നമ്മൾ കോട്ടയം എറണാകുളമൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു കടുപ്പത്തിൽ ചായക്കകത്തോട്ട് 5 രൂപയുടെ സാഷ പൊട്ടിച്ചിടും. സൂപ്പർ ബൂസ്റ്റുമായി ചായ എനിക്കിഷ്ടം കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് പേര് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരും ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, എൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്രയൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് വേറൊന്നുമില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നോട്? ഇതൊക്കെ നീ പ്രിപ്പയർ ചെയ്ത് കുറച്ച് റിസർച്ച് നടത്തി എഴുതിക്കോ. അടുത്ത വീഡിയോയിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിച്ചിട്ടെ. ഫസ്റ്റ് അത് ഞാൻ എല്ലാ വീഡിയോസിലും കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ എന്താ ശ്രദ്ധിക്കാറ്? ഫസ്റ്റ് ആദ്യമായിട്ട്
സത്യസന്ധമായിട്ട് പറയണേ. പെൺകുട്ടീനെ മുന്നിൽ നിന്നാണ് പുറകിന്നാണ് എനിക്കറിയാം ഇതിന്റെ ആൻസർ, പക്ഷെ ഞാൻ പറയത്തില്ല. ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കും, എന്തായാലും ശ്രദ്ധിക്കും. എന്താ ആദ്യം നോട്ടീസ് ചെയ്യുന്നത്? ആദ്യം മുടിയൊക്കെ ശ്രദ്ധിക്കും. മുടിയാണോ ഇഷ്ടം? മുടി വീക്ക്നെസ്. എനിക്ക് മുടിയില്ലല്ലോ. കല്യാണം കഴിക്കും മുടി ഉണ്ടായിരുന്നു കുറച്ച്. എന്നാലും മുടിയാണല്ലേ ഇഷ്ടം? മുടി ഇഷ്ടം, കണ്ണിഷ്ടം, മൂക്ക് ഇഷ്ടം, ചെവി ഇഷ്ടം, എല്ലാം ഇഷ്ടം. എല്ലാത്തിനെയും സ്നേഹിക്കണമെന്നാണ്. പിന്നെ വിച്ചുവിന് ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? എനിക്കറിയാം ഡ്രീം എന്താണ് വെച്ചാ, അത് നടന്നില്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് അത് നടന്നില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല എന്ന് പറയുന്ന ഒരു ഡ്രീം. എനിക്കറിയാം, അത് പക്ഷെ ഓഡിയൻസിന് അറിയില്ല. പറഞ്ഞു. എന്റെ ഡ്രീം, ആ ഡ്രീം കാരണം മറ്റുള്ളവരെ ഞാൻ ആ ഡ്രീമിന്റെ മറ്റുള്ളവരെ ബാധിക്കരുത് എന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കല്യാണം, അനിയത്തിയുടെ കല്യാണം, അമ്മയുടെ കാര്യങ്ങൾ, അച്ഛൻ മരിച്ചു എൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം എനിക്ക് സിനിമയിലേക്ക് ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ദുബായി നിൽക്കുന്നതുകൊണ്ടും നമ്മളെ സാഹചര്യങ്ങൾ ലിമിറ്റഡ് ആയതുകൊണ്ടും ജോലി കാര്യങ്ങൾ, പക്ഷെ അതിനുവേണ്ടി ഞാൻ തീർച്ചയായിട്ടും ശ്രമിച്ചോണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് പറ്റാറില്ല. അതിന്റെ പുറത്തുണ്ടാകുന്ന കുടുംബപരമായ വഴക്കുകൾ അതിനുവേണ്ടി പോകുമ്പോ ഇവിടെ ഞങ്ങൾക്ക് വഴക്കുണ്ടാകുന്ന ഒരു കാര്യം, ഒന്നാമത് ടൈമില്ല ഞങ്ങൾക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ. അപ്പം ഉള്ള ഒരു ഓഫേ ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഇവർ എടുക്കും, പക്ഷെ നല്ല രീതിയിൽ ഒരു സിനിമ സ്റ്റൈലിൽ എടുക്കുന്നത്. അപ്പം വിച്ചുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാരും ഫോളോ ചെയ്യണം. ഇതിനൊക്കെ എനിക്ക് ഒരു ബിരിയാണി വേണേ. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. ഇവരൊരു സംഘം കൂട്ടരുണ്ട്, അസ്മീർ, വിച്ചു, മുസ്തു. നല്ല രസമായി ഇവരുടെ കോമ്പിനേഷൻ. അപ്പം ആർക്കെങ്കിലും ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. ദ ബോയ്സ്, സ്മാർട്ട് ബോയ്സ് അല്ലേ റീസെന്റ് ചെയ്ത വീഡിയോ? സ്മാർട്ട് ബോയ്സ്. അതെ അതെ. അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉള്ളവര്, അവർക്ക് നല്ല ന്യൂ ഫേസസിനൊക്കെ വേണമെങ്കിൽ വേറെ ഇവര് നല്ല, നിങ്ങൾക്ക് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ. ID വിഷ്ണു VISHNU VCHU 101. അതാണ് ഇൻസ്റ്റാഗ്രാം ID. ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്ക് GCC ആണ്. വിഷ്ണു PVJ 101, വിഷ്ണു PVJ 101 ടിക്ടോക്ക് ID. വീഡിയോ എടുക്കാൻ പോകുമ്പോൾ വഴക്കിട്ടാലും വീഡിയോ കാണുമ്പം നല്ലതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും. ഞങ്ങളുടെ ഒരു സന്തോഷം. അതെ, ഇവർക്കൊരു റിലാക്സേഷനും കൂടെ, പിന്നെ പാഷനാണ്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരുണ്ട് ഞങ്ങൾ എടുക്കാറുണ്ട്. ഞങ്ങളുടെ സന്തോഷം അത്രേ ഉള്ളൂ. അതിന്റെ കൂടെ അപ്പുറത്തോട്ടില്ല. പിന്നെ ഈ അവരുള്ള ഗാഡ്ജറ്റ്സ് വെച്ച് അവരൊരു സിനിമ സ്റ്റൈലില് ആണ് വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളും കണ്ടു നോക്കി, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇംപ്രൂവ് ചെയ്യാനുള്ളത് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയും ഇതേപോലെ കുറച്ച് എക്സൈറ്റിംഗ് ഗെയിംസ് ഒക്കെ അതെ അതെ, ഇനി കുറച്ച് എക്സൈറ്റിംഗ് ഗെയിംസും അങ്ങനത്തെ കുറെ കണ്ടന്റ്സ് ഒക്കെ ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. ഒരു എടുത്തോ എപ്പോഴും പറയില്ല. ആർക്കാന്നൊക്കെ ബാക്കിയുള്ളവരെ വിഷമിക്കാൻ പാടില്ല. അപ്പം വിച്ചുവിന്റെ എല്ലാ ആരാധകർക്കും ഒരു ഗുഡ് ബൈ.